എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരുന്നു എൻ്റെ അമ്മൂമ്മ. ഒരുപക്ഷെ എൻ്റെ അമ്മയെക്കാളേറെ. അമ്മൂമ്മയ്ക്ക് വയ്യാതായ ദിവസം മുതൽ ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കാൻ ഭയപ്പെട്ടിരുന്ന ഒരു വാർത്തയായിരുന്നു എൻ്റെ അമ്മൂമ്മയുടെ മരണം. ഞാൻ ബാംഗ്ലൂരിൽ ജോലി ചെയ്യുമ്പോഴാണ് ആ വാർത്ത എന്നെ തേടി വരുന്നത്. എൻ്റെ അച്ഛനും അമ്മയും നാട്ടിലേക്ക് വരാൻ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. പക്ഷേ ജീവനറ്റ് എൻ്റെ അമ്മൂമ്മയുടെ മൃതദേഹം കാണാൻ എനിക്ക് പറ്റില്ലായിരുന്നു. മരണശേഷം കർമ്മങ്ങൾ ചെയ്യേണ്ടത് ഞാനാണ് എന്ന് അച്ഛനും അമ്മയും എന്നെ ഒരുപാട് നിർബന്ധിച്ചിരുന്നു. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. എൻ്റെ സാന്നിധ്യമില്ലാതെയാണ് ആ മൃതദേഹം അവർ ദഹിപ്പിച്ചത്. അന്നേ ദിവസം രാത്രി ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും ഞാൻ കിടന്നത് ഇന്നും ഓർക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ കണ്ടത് എൻ്റെ കിടക്കയിൽ കിടക്കുന്ന അമ്മൂമ്മയുടെ മണിമാലയായിരുന്നു. ആ മണിമാല അമ്മൂമ്മയുടെ കഴുത്തിൽ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. പലപ്പോഴും ഞാൻ തമാശയ്ക്ക് അമ്മൂമ്മയോട് പറഞ്ഞിട്ടുണ്ട്, പോകുമ്പോൾ ആ മാല എനിക്ക് തന്നിട്ട് പോകണം എന്ന്. പക്ഷേ ആ മാല എങ്ങനെയാണ് എൻ്റെ കിടക്കയിൽ എത്തിയത് എന്ന് ഇന്നും എനിക്കറിയില്ല. ശരീരം കുളിപ്പിക്കാനായി എടുക്കുമ്പോൾ മാല അമ്മയുടെ കയ്യിൽ കൊടുത്തത് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. പക്ഷെ പിന്നീട് ആ മാല അമ്മ കണ്ടിട്ടില്ല. ഞാനാണെങ്കിൽ നാട്ടിലേക്ക് പോയിട്ട് തന്നെയില്ല. പിന്നെ എങ്ങനെയാണ് ആ മാല എൻ്റെ അടുത്തെത്തിയത്? സുൽത്താൻ, മരണപ്പെട്ടവർക്ക് മറ്റൊരു ലോകമുണ്ടായിരിക്കുമോ? അതോ നമ്മുടെ ലോകത്തിൽ തന്നെ മറ്റൊരു രൂപത്തിൽ അവർ ജീവിക്കുന്നുണ്ടാകുമോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനൊരു സന്ദേശം എന്നെ തേടിയെത്തിയത്. കൃത്യമായൊരു ധാരണയില്ലാത്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഞാൻ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ വിഷയത്തെക്കുറിച്ച് ഞാൻ അന്വേഷിച്ചിരുന്നു, അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്ന്. ആ അന്വേഷണത്തിലാണ് ആഫ്റ്റർ ലൈഫിനെ കുറിച്ചൊരു പരീക്ഷണം നടന്നിട്ടുള്ളതായും ആ പരീക്ഷണത്തിൽ മരണപ്പെട്ടവരുടെ ലോകത്തു നിന്നും നമ്മുടെ ലോകത്തേക്ക് ചില വസ്തുക്കൾ വന്നെത്തിയതിനെക്കുറിച്ചും വായിക്കാനിടയായത്. ആ തെളിവുകൾ വെറും തട്ടിപ്പ് മാത്രമാണ് എന്ന് തെളിയിക്കാൻ പലരും ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ആർക്കും അതിന് സാധിച്ചിട്ടില്ല. സ്കോൾ എക്സ്പെരിമെൻ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു പരീക്ഷണം ഇന്നും ഉത്തരമില്ലാത്ത ഒരു ചോദ്യമായി നിലനിൽക്കുന്നു. കയറിപ്പോരൻ ചങ്ങായി, ബേപ്പൂർ സുൽത്താൻ്റെ ദുനിയാവിലേക്ക്. ഈ ലോകത്തിൽ നമുക്കറിയാത്ത ഒരുപാട് വിഷയങ്ങളുണ്ട്. നമുക്കറിയാത്ത വിഷയങ്ങളാണ് കൂടുതലും. അത്തരം അറിയാത്ത വിഷയങ്ങളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒന്നാണ് മരണം. മരണം എന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമാണ് എന്നാണ് നമ്മൾ കരുതുന്നത്. എന്നാൽ ഈ ജീവിതത്തിൽ നിന്നും മറ്റൊരു ഡയമെൻഷനിലേക്കുള്ള യാത്രയുടെ തുടക്കമാണ് മരണമെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അങ്ങനൊരു വിശ്വാസത്തിന് കൃത്യമായ ചില തെളിവുകൾ കണ്ടെത്തിയാലോ? അതായത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്ന ചില തെളിവുകൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് കണ്ടെത്തിയിട്ടുണ്ട് എന്ന്. സ്കോൾ എക്സ്പെരിമെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു ദീർഘകാല പരീക്ഷണത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ആ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് ചില തെളിവുകളാണ്. അതായത് മരണപ്പെട്ടവർക്ക് മറ്റൊരു ലോകമുണ്ട് എന്നും ആ ലോകത്തിലിരുന്ന് ചിലർ നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നതിനുള്ള തെളിവുകൾ. ആർക്കായാലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വിഷയം. അതായത് രാഷ്ട്രീയത്തിലായാലും ശരി, ദൈവത്തിലായാലും ശരി, മതത്തിലായാലും ശരി, അന്ധമായി വിശ്വസിക്കാത്ത 7 സുഹൃത്തുക്കൾ ചേർന്ന് നടത്തിയ ഒരു പരീക്ഷണം. ആ പരീക്ഷണത്തിൻ്റെ ആരംഭം ഇംഗ്ലണ്ടിലെ സ്കോൾ വില്ലേജിലായിരുന്നു. റോബിൻ, സാൻഡ്ര ഫോയ്, ഡയാന, അലൻ ബെനറ്റ്, മിമി, കെൻ, ബേർണറ്റ് എന്നിവരായിരുന്നു ആ സുഹൃത്തുക്കൾ. റോബിൻ, സാൻഡ്ര ഫോയ് ദമ്പതികൾ പാരാനോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ച് പഠനങ്ങൾ നടത്തുന്നവരും തെളിവുകൾക്കായി അന്വേഷണങ്ങൾ നടത്തുന്നവരുമായിരുന്നു. പാരാനോർമൽ എന്ന് എഴുതി തള്ളുന്ന പലതിനും വിശ്വസനീയമായ തെളിവുകൾ തപ്പി കണ്ടെത്തുന്നതിൽ പ്രഗത്ഭരായിരുന്നു അവർ. ആരെങ്കിലും കണ്ടു എന്ന് പറയപ്പെടുന്ന വിഷയങ്ങളെ അവരൊരിക്കലും പാരാനോർമൽ ഫിനോമിനയായി കണക്കാക്കാറില്ല. എന്നാൽ 2ൽ കൂടുതൽ പേർ കണ്ടതായി പറയുന്ന അനുഭവങ്ങൾ, വെളിച്ചങ്ങൾ, ശബ്ദങ്ങൾ, സ്പർശനങ്ങൾ എന്നിവയെ അവർ അന്വേഷിക്കാറുണ്ട്. അവയെ പാരാനോർമൽ ആക്ടിവിറ്റി ലിസ്റ്റിൽ പെടുത്താറുമുണ്ട്. മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുക എന്നതായിരുന്നല്ലോ ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷണം നടത്തുന്നതിനായി അവർ തിരഞ്ഞെടുത്ത ലൊക്കേഷൻ ഫോയ് ദമ്പതികളുടെ വീട് തന്നെയായിരുന്നു.
ശാസ്ത്രീയമായ തെളിവുകളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് എങ്കിലും ഇനി പറയാൻ പോകുന്ന വിഷയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ദഹിക്കാൻ സാധ്യതയില്ലാത്ത വിഷയങ്ങളായിരിക്കും. അതായത് തൊട്ടുമുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, ഫോയ് ദമ്പതികൾ എന്നത് പാരനോർമൽ ആക്ടിവിറ്റീസിന് പിന്നാലെ അന്വേഷണം നടത്തുന്നവരാണ് എന്ന്. ആ അന്വേഷണത്തിലൂടെ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളുണ്ട്. അതായത് മരണശേഷം മനുഷ്യൻ ആത്മാവായി മാറുന്നു എന്ന്. അത്തരം അന്വേഷണങ്ങളിലൂടെ അവരോടൊപ്പം ചില ആത്മാക്കളും കൂടിയിട്ടുണ്ടായിരുന്നതായി പറയുന്നു. ആ ആത്മാക്കളും ഈ പരീക്ഷണത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നാൽ അതിൽ വിശ്വസിക്കാത്ത ചിലർ ആ 7 പേരിൽ ഉണ്ടായിരുന്നു. തങ്ങളോടൊപ്പമുള്ള ആത്മാക്കളെ ഫോയ് ദമ്പതികൾ വിളിച്ചിരുന്നത് സ്പിരിറ്റ് ടീം എന്നായിരുന്നു. സ്പിരിറ്റ് ടീമും ഈ ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു. തങ്ങളെ കൂടാതെയുള്ള ആ 5 പേർക്ക് മരണാനന്തരം ആത്മാവ് എന്നൊരവസ്ഥയുണ്ട് എന്നും ആ ആത്മാക്കൾക്ക് മറ്റൊരു ലോകമുണ്ട് എന്നുമുള്ള തെളിവുകൾ നൽകുക എന്നതുകൂടി ഫോയ് ദമ്പതികളുടെ ആവശ്യമായിരുന്നു. 1993 ജനുവരിയിൽ പരീക്ഷണം ആരംഭിച്ചു. ആ 7 പേരും കൂടിയിരുന്ന് ആത്മാക്കളുടെ ലോകത്തേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വീടിൻ്റെ പല കോണുകളിൽ നിന്നും തട്ടലും മുട്ടലും അവർ 7 പേരും കേട്ടിരുന്നുവെങ്കിലും അതിനെ ഒന്നും തെളിവായി കണക്കാക്കാൻ അവർ തയ്യാറായില്ല. പരീക്ഷണം തുടങ്ങിയ 3-ാം മാസമാണ് ഏവരെയും ഞെട്ടിച്ച ഒന്ന് സംഭവിച്ചത്. അവർ നോക്കി നിൽക്കെ തൊട്ടടുത്തുള്ള മേശമേൽ വെച്ചിരുന്ന ഒരു വസ്തു താഴെ വീണു. ആ മുറിയിൽ അവരെ കൂടാതെ മറ്റാരും ഉണ്ടായിരുന്നില്ല. ആ കൂട്ടത്തിൽ ഒരാൾക്ക് തന്നെ അങ്ങനെ ഒന്ന് നീക്കാനും സാധിക്കുമായിരുന്നില്ല. ആ സെഷൻ തുടങ്ങുന്ന സമയം മുതൽ ഒരു കാസറ്റ് റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ ആ വസ്തു വീഴുന്നതിനോടൊപ്പം ആ മുറിയിൽ ആരോ പെരുമാറിയതിൻ്റെ ശബ്ദവും റെക്കോർഡ് ചെയ്യപ്പെട്ടു. അതൊരു തവണയല്ല, പല തവണ. മറ്റൊന്ന് അവർ പറയുന്നത് ആ മുറിയിൽ ഒന്നാകെ പൊട്ടുപോലുള്ള വെളിച്ചം പറന്നു നടന്നിരുന്നതായാണ്. അതായത് ചില മിന്നാമിന്നുകൾ പറക്കുന്നത് പോലെ. അത് പലരുടെയും കൈകളിൽ വന്നിരുന്നതായും പറയുന്നു. പക്ഷേ അതൊരു പ്രാണിയോ അല്ലെങ്കിൽ മിന്നാമിന്നിയോ ആയിരുന്നില്ല എന്നും അവർ പറയുന്നു. ആ വെളിച്ചം വന്നിരുന്നവരിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. ആദ്യമായി അത്തരത്തിലുള്ളൊരു മാറ്റം കാണുന്നത് അലനിലായിരുന്നു. അതിനുശേഷം ഡയാനയിലും മറ്റാരേക്കോ പോലെ അവർ പെരുമാറാൻ തുടങ്ങി. എന്നാൽ തിരിച്ച് ബോധത്തിലേക്ക് വന്ന ശേഷം അവരെന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് അവർക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. മറ്റുള്ളവർ അവരെ കണ്ടത് ആത്മാവ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശരീരം മാത്രമായിരുന്നു. ഒക്ടോബർ മാസം എല്ലാ ചിന്തകളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു തെളിവ് അവർക്ക് മുമ്പിൽ വന്നു വീണു. അവരുടെ മേശമേൽ ഒരു കോയിൻ വന്നു വീണു. പുറത്തുനിന്ന് ഒരാൾക്ക് അത്തരത്തിലൊരു കോയിൻ എറിയാൻ സാധിക്കില്ല. കാരണം അങ്ങനൊരു ജനലോ വാതിലോ ആ മുറിക്കില്ല. ആകെയുള്ള ഒരു വാതിൽ അകത്തു നിന്നും പൂട്ടിയ നിലയിലാണ്. പിന്നെ ആ കൂട്ടത്തിൽ ഒരാൾ അതിനുവേണ്ടി തുനിയണം. അങ്ങനെ ഒരാൾ അത് ചെയ്തിട്ടില്ല. അങ്ങനെയെങ്കിൽ ആ കോയിൻ എവിടെ നിന്നും വന്നു? അതൊരു സാധാരണ കോയിൻ ആയിരുന്നില്ല. 1965 ഉപയോഗിച്ചിരുന്ന വിൻസ്റ്റൺ ചർച്ചിലിൻ്റെ മുഖമുള്ള പുതുപുത്തൻ കോയിൻ ആയിരുന്നു. ഏറ്റവും അത്ഭുതം അത് 1966 പ്രൊഡക്ഷൻ നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നതാണ്. അത്രയും റെയർ ആയിരുന്ന ആ കോയിൻ എങ്ങനെ ശൂന്യതയിൽ നിന്നും വന്നു വീണു? പെട്ടെന്ന് ആ മുറിയിലുള്ള വസ്തുക്കൾ വായുവിലേക്ക് ഉയർന്ന് പൊന്തിയതിനും ആ 7 പേരും സാക്ഷികളായി. അവരെല്ലാവരും എതിർവശത്ത് ഒരു കൂട്ടം ആത്മാക്കളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ നിമിഷങ്ങളായിരുന്നു അത്. അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം അവരുടെ ശരീരം കൊണ്ട് തന്നെ ആത്മാക്കൾ മറുപടി പറഞ്ഞിരുന്നു. അവരോടൊപ്പം ഒരു കൂട്ടം ആത്മാക്കളുണ്ട് എങ്കിലും അതിൽ ചിലർക്ക് മാത്രമേ മനുഷ്യരെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അതിൽ ചിലർക്ക് മാത്രമേ മനുഷ്യരെ കാണാനും അവരോട് ബന്ധപ്പെടാനും സാധിക്കുകയുള്ളൂ എന്നും പറയുന്നു. ഓരോ സെഷനിലും ആത്മാക്കൾ അവരുടെ ശരീരങ്ങൾ ഉപയോഗിച്ചിരുന്നു. പല ദേശത്തിലും പല കാലത്തിലും പല ഭാവത്തിലും ആത്മാക്കൾ അവരുടെ ശരീരത്തിലൂടെ സംസാരിച്ചിരുന്നു. ഓരോ സെഷനും ഓഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നു. എന്നാൽ അതൊന്നും അവർ അഭിനയിച്ചതായിരുന്നില്ല. സ്പിരിറ്റ് ടീം അവരുടെ ശരീരം ഉപയോഗിച്ചതായിരുന്നു. നവംബറിൽ നടന്ന സെഷനൊടുവിൽ മുറിയിൽ ലൈറ്റിട്ട് നോക്കിയ ആ സംഘം കണ്ടത് വിവിധ തരം വസ്തുക്കളായിരുന്നു. സെഷനിലിരുന്ന ഓരോരുത്തർക്കുമായി ഓരോ വസ്തുക്കൾ ആ മേശമേലുണ്ടായിരുന്നതായി അവർ പറയുന്നു. വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടുമുള്ള മാലകളും ലോക്കറ്റുകളും സ്പൂണുകളും കോയിനുകളും തുടങ്ങി എത്രയോ കാലങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്ന ഹീറോഗ്ലിഫിക് ചിഹ്നങ്ങൾ പതിച്ച കോയിനുകൾ വരെ സ്പിരിറ്റ് ഗ്രൂപ്പ് ആ സെഷനിലേക്ക് കൊണ്ടുവന്നിട്ടതായി അവർ കണ്ടു. വായുവിൽ നിന്നും പെട്ടെന്ന് ചില വസ്തുക്കൾ ഉത്ഭവിക്കുന്ന കേസുകൾ ഇതിനു മുമ്പും പാരാസൈക്കോളജി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരത്തിലുള്ള വസ്തുക്കളെ അപ്പോർട്ട് എന്നാണ് പാരാസൈക്കോളജി വിളിക്കുന്നത്. ഈ ഒരു സെഷനിൽ ആദ്യമായി വന്നിട്ടുള്ള അപ്പോർട്ട് ആ കോയിൻ ആയിരുന്നു. എന്നാൽ അത് ഒരു അവസാനമായിരുന്നില്ല. അവിടെ നിന്ന് അങ്ങോട്ട് അപ്പോർട്ടുകളുടെ ഘോഷയാത്രയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. 1993 ആരംഭിച്ച സ്കോൾ എക്സ്പെരിമെൻ്റ് ഏതാണ്ട് 5 വർഷത്തോളം നീണ്ടു നിന്നതായാണ് പറയുന്നത്.
അത്രയും കാലത്തിനിടയിൽ അവരെ തേടി വന്ന അപ്പോട്ടുകളുടെ എണ്ണം 70-ൽ കൂടുതലാണ്. എന്നാൽ അന്ന് തന്നെ പല വാദങ്ങളും ഉണ്ടായിരുന്നു. ഈ പറയുന്ന അപ്പോട്ടുകളെല്ലാം ആ കൂട്ടത്തിൽ തന്നെ ഉള്ളവർ സൃഷ്ടിക്കുന്ന തട്ടിപ്പുകളാണ് എന്ന്. അതായത് അവർക്കിടയിലുള്ള ചിലർ തന്നെ അവരെ മണ്ടന്മാരാക്കുകയാണ് എന്ന്. എന്നാൽ ഇത് വെറും വാദമായി തന്നെ നിലനിന്നു. അതിനെയൊന്നും കൃത്യമായി തെളിയിക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. അത്തരം വാദങ്ങൾ വന്നതുകൊണ്ട് തന്നെ പുതിയ ചില മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നു. 1994 ശേഷമുള്ള സെഷനിൽ അവരെല്ലാവരും ഒരു വെൽക്രോ ബാൻഡ് ധരിക്കാൻ തുടങ്ങി. അതായത് ഇരുട്ടിൽ തിളങ്ങുന്ന ഒരു വെൽക്രോ ബാൻഡ്. അത് അവരുടെ കൈകളിൽ കിടക്കുന്നത് ഇരുട്ടിൽ വ്യക്തമായി കാണാമായിരുന്നു. അതുകൊണ്ട് തന്നെ കൈകൾ അനങ്ങുമ്പോഴോ എന്തെങ്കിലും വസ്തുക്കൾ ആരെങ്കിലും മാറ്റാൻ ശ്രമിച്ചാലോ എല്ലാവർക്കും കാണാൻ സാധിക്കും. ഇനി അത് ഊരാൻ ശ്രമിച്ചാലോ വെൽക്രോ ഊരുന്ന ശബ്ദം കാസറ്റിൽ റെക്കോർഡ് ചെയ്യപ്പെടും. അങ്ങനെ പരീക്ഷണം വീണ്ടും ആരംഭിച്ചു. മുറി അകത്തു നിന്നും കുറ്റിയിട്ടത് കൊണ്ട് പുറത്തു നിന്ന് ഒരാൾക്ക് അകത്ത് കടക്കാൻ കഴിയില്ല. ചുവരിൽ മൈക്രോഫോണുകൾ ഘടിപ്പിച്ചതുകൊണ്ട് കൃത്യമായ അനക്കങ്ങൾ പോലും റെക്കോർഡ് ചെയ്യപ്പെടും. ഇനിയുള്ള ദിനങ്ങളിൽ കൂടുതൽ വ്യക്തമായ തെളിവുകൾക്കാണ് അവർ കാത്തിരിക്കുന്നത്. അതിലൂടെ മരണാനന്തരം മറ്റൊരു ലോകമുണ്ട് എന്ന് ആർക്കും വിശ്വസിക്കാൻ സാധിക്കണം എന്നതായിരുന്നു ആ 7 പേരുടെയും ലക്ഷ്യം. പിന്നീടുള്ള ദിവസങ്ങളിലും ആരൊക്കെയോ അവരെ തൊടുന്നതുപോലെ അവർക്ക് അനുഭവപ്പെട്ടു. പൊട്ടുപോലുള്ള ആ വെളിച്ചം അവരുടെ ശരീരത്തിലേക്ക് വരുമ്പോഴും അതേ സ്പർശനം അവർ അനുഭവിച്ചു. 1994 ഫെബ്രുവരിയിലാണ് അവരുടെ സെഷനിലേക്ക് ആദ്യമായി ഒരു ക്യാമറ അവർ കൊണ്ടുവരുന്നത്. അതും ഒരു ഫിലിം ക്യാമറ, ഫ്ലാഷ് ഇല്ലാത്ത 35mm ഫിലിം ക്യാമറ. ആദ്യം ക്യാമറ ഉപയോഗിച്ചത് സാന്ദ്രയായിരുന്നു. അവർ ക്യാമറ എടുത്ത് ചില ചിത്രങ്ങളെടുത്ത് മേശമേൽ വെച്ചു. അതിനുശേഷം ആ ഇരുട്ടിൽ അവർ കേട്ടത് അവർക്ക് ചുറ്റും നീങ്ങുന്ന ക്യാമറയുടെ ക്ലിക്ക് ശബ്ദങ്ങളായിരുന്നു. ഫിലിം പരിശോധിച്ച അവർക്ക് ഉറപ്പായിരുന്നു, ഫ്ലാഷ് പോലുമില്ലാതെ ആ ഇരുട്ടിൽ അവരുടെ ചിത്രങ്ങൾ വെറും ഇരുട്ട് മാത്രമായിരിക്കും എന്ന്. എന്നാൽ ആ ചിത്രം അവരെ ഞെട്ടിച്ചു. അത് സാന്ദ്രയുടെ വീടിന് പുറത്തു നിന്നും ആരോ എടുത്ത വീടിൻ്റെ ചിത്രമായിരുന്നു. തുടർന്നുള്ള ചിത്രങ്ങളും ഞെട്ടിക്കുന്നതായിരുന്നു. 1940 സെൻറ്റ് പോൾസ് കത്തീഡ്രലിൻ്റെ ചിത്രം, അതും ബ്ലിറ്റ്സ് അറ്റാക്കിൻ്റെ സമയത്തെടുത്തതുപോലെ. 1936 ഡിസംബർ 16 പബ്ലിഷ് ചെയ്ത ഡെയിലി മിറർ എന്ന പത്രത്തിൻ്റെ മുൻ പേജിൻ്റെ ചിത്രം, ഒന്നാം ലോക മഹായുദ്ധത്തിലേത് എന്ന് തോന്നിപ്പിക്കുന്ന ചില ചിത്രങ്ങൾ. ആ ഫോട്ടോകൾക്ക് പിന്നിൽ അവർ സഞ്ചരിച്ചു. ആ ചിത്രങ്ങളെല്ലാം അതേ ക്യാമറയിൽ അതേ ഫിലിം ഉപയോഗിച്ചെടുത്തതാണ് എന്ന് അവർ കണ്ടെത്തി. പക്ഷേ എങ്ങനെ? ഡെയിലി മിററിലേക്കും അവർ ചെന്നു. 1936 ഡിസംബർ 16 അവർ പ്രസിദ്ധീകരിച്ച പത്രത്തിൽ അതേ തലക്കെട്ട് തന്നെയായിരുന്നു എന്നും അവർ കണ്ടെത്തി. അടുത്ത സെഷനിൽ അവർ കൊണ്ടുവന്നത് 2 പുതുപുത്തൻ ക്യാമറകളായിരുന്നു. ഫിലിം ലോഡ് ചെയ്ത 2 പുതുപുത്തൻ ക്യാമറകൾ. ആ സെഷനിൽ അവസാനം അവർക്ക് കിട്ടിയത് 22ഓളം ചിത്രങ്ങളും. പല ദേശങ്ങളിൽ പല കാലങ്ങളിലുണ്ടായിരുന്ന പല മനുഷ്യരുടെയും നിർമ്മിതികളുടെയും ചിത്രങ്ങൾ. ഇനിയുള്ള സെഷനുകൾ നടത്തുന്നതിലൂടെ അവർക്ക് പ്രധാനമായും 4 ഉദ്ദേശങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 1, പുറത്തു നിന്നും ചിലരെ ഈ സെഷൻ്റെ ഭാഗമാക്കി മാറ്റണം. 2, ഇനിയുള്ള സെഷനുകൾ ഈ സ്ഥലത്തല്ലാതെ മറ്റെവിടെയെങ്കിലും നടത്താൻ സാധിക്കണം. 3, ഇതുവരെ അവർ മനസ്സിലാക്കിയ സത്യങ്ങൾ മറ്റുള്ളവർക്ക് നേരിട്ട് കാണാനും മനസ്സിലാക്കാനും പ്രസിദ്ധീകരിക്കാനും സാധിക്കണം. 4, പ്രഗത്ഭരായ ശാസ്ത്ര നിരീക്ഷകരെ സാക്ഷി നിർത്തി സെഷൻ ചെയ്യാൻ സാധിക്കണം. സ്പിരിറ്റ് ടീമിനും അത് സമ്മതമായിരുന്നു. 1994 സെപ്റ്റംബറിൽ ആദ്യമായി സ്കൂളിലെ പബ്ലിക് ലൈബ്രറിയിൽ വെച്ച് പബ്ലിക് സെഷൻ സംഭവിച്ചു. എന്നാൽ അവർക്കൊരു ഭയമുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം സംഭവിച്ചതുപോലുള്ള അനുഭവങ്ങൾ ആ പബ്ലിക് സെഷനിൽ ഉണ്ടായിട്ടില്ല എങ്കിൽ ആ 7 പേരും 7 ഭ്രാന്തന്മാരായി മുദ്ര കുത്തപ്പെടും. എന്നാൽ ആ സെഷനിലും അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വിശദീകരിക്കാൻ സാധിക്കാത്ത വെളിച്ചപ്പൊട്ടുകൾ അവർ കണ്ടു. അംഗങ്ങളിൽ ഒരാളായ കെൻ കസേരയോടൊപ്പം 6 അടിയോളം നീങ്ങുന്നതും അവർ കണ്ടു. പക്ഷേ ആ സെഷനിൽ ക്യാമറ ഉണ്ടായിരുന്നില്ല. അതിനു പകരം ഫാക്ടറി സീൽ ചെയ്ത 35mm ഫിലിം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ക്യാമറ കൊണ്ടുവരേണ്ടത് സ്പിരിറ്റ് ടീമായിരുന്നു. അവർ ചിത്രങ്ങൾ എടുക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഫിലിമിൽ പതിഞ്ഞ ചിത്രങ്ങൾ എന്തൊക്കെയായിരിക്കും? ഫാക്ടറി സീൽ പൊട്ടിക്കാതെ വെച്ചിരുന്ന ആ ഫിലിം ഡെവലപ്പ് ചെയ്തപ്പോൾ അവർ കണ്ടത് ആർതർ കോനൻ ഡോയിലിൻ്റെ ഒരു പോർട്രേറ്റ് ആയിരുന്നു. അതോടൊപ്പം ചില അണ്ടർ വാട്ടർ ജീവികളുടേത് എന്ന് തോന്നിപ്പിക്കുന്ന ചില ചിത്രങ്ങളും. കലഡോസ്കോപ്പിലേക്ക് നോക്കുന്നത് പോലെ ഒരുപാട് മുഖങ്ങൾ കൊണ്ട് പാക്ക് ഉണ്ടാക്കിയതുപോലെയുള്ള ഫോട്ടോകളും ആ ഫിലിമിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. 1995 സെഷനുകളിൽ അവർക്കിടയിലൂടെ ആത്മാക്കൾ നടന്നു പോകുന്നത് പോലെ അവർക്ക് അനുഭവപ്പെട്ടിരുന്നു. അവരുടെ വസ്ത്രങ്ങൾ തങ്ങളെ ഉരസിപ്പോകുന്നത് പോലെ ആ 7 പേർക്കും അനുഭവപ്പെട്ടതായി പറയപ്പെടുന്നു.
95 നടന്ന ഒരു സെഷനിൽ സൊസൈറ്റി ഫോർ സൈക്കിക്കൽ റിസർച്ചിൻ്റെ ചില അംഗങ്ങളും അവരോടൊപ്പം ചേർന്നതായും പറയുന്നു. ഒരു സംശയത്തോടെ ആ സെഷൻ പരിശോധിക്കാൻ വന്ന അവർക്ക് അതിൽ യാതൊരു കള്ളത്തരവും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും അവർ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവർ നിരത്തിയ തെളിവുകൾ പരീക്ഷിക്കാൻ പല മേഖലയിൽ നിന്നും അവർ ആളുകളെ ക്ഷണിച്ചിരുന്നു. നാസയിൽ നിന്ന് പോലും അത്തരം തെളിവുകൾ പരീക്ഷിക്കാൻ അംഗങ്ങൾ വന്നതായും പറയപ്പെടുന്നു. ജർമ്മനി, നെതർലാൻഡ്, സ്വിറ്റ്സർലാൻഡ്, സ്പെയിൻ, അമേരിക്ക തുടങ്ങി പലയിടങ്ങളിലും അവർ ഇത്തരം സെഷൻസ് നടത്തി. പക്ഷേ അവിടങ്ങളിലൊന്നും തന്നെ യാതൊരുവിധ തട്ടിപ്പുകളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഗീതോപകരണങ്ങൾ പോലും തനിയെ വായിക്കുന്നതിന് പലരും സാക്ഷികളായി. 1998 സ്കോൾ എക്സ്പെരിമെൻ്റ് നിർത്തലാക്കുന്നത്. അവസാനമായി സ്പിരിറ്റ് ടീം പറഞ്ഞത് അവരുടെ ഡയമെൻഷനിലേക്കുള്ള വാതിൽ തുറന്നിട്ടിരിക്കുന്നു എന്നാണ്. എന്നാൽ അതോടുകൂടി ലോകത്തിൽ പലയിടങ്ങളിൽ നിന്നും പല കഥകളും വന്നു തുടങ്ങി. സ്പർശനമായും ശബ്ദമായും കാഴ്ചയായും പല ആത്മാക്കളും പലരെയും തേടി വരുന്നു എന്ന കഥകളും പരന്നു. യഥാർത്ഥത്തിൽ ആ 5 വർഷത്തിനിടയിൽ സംഭവിച്ച 400-ൽ കൂടുതൽ സെഷനുകളിൽ എന്താണ് സംഭവിച്ചത്? സൊസൈറ്റി ഫോർ സൈക്കിക് റിസർച്ച് സബ്മിറ്റ് ചെയ്ത 300 പേജിൽ കൂടുതലുള്ള റിപ്പോർട്ടിൽ പോലും പറയുന്നത് അവിടെ സംഭവിച്ച വിഷയങ്ങളൊന്നും തന്നെ ശാസ്ത്രത്തിന് വിശദീകരിക്കാൻ സാധിക്കുന്നവയല്ല എന്നാണ്. എങ്കിലും നമുക്ക് ചിന്തിക്കാം, എന്തുകൊണ്ട് ഇരുട്ടിൽ മാത്രം ആത്മാക്കൾ വരുന്നു? വെളിച്ചത്തിൽ എന്തിനെയാണ് അവർ ഭയക്കുന്നത്? സ്റ്റിൽ ക്യാമറയിലെ ചിത്രങ്ങൾ കണ്ട് നമ്മൾ അത്ഭുതപ്പെടുമ്പോഴും ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, എന്തുകൊണ്ട് അവരൊരു വീഡിയോ ക്യാമറ ഉപയോഗിച്ചില്ല എന്നതാണ്. 1950 മുമ്പേ തന്നെ ഇരുട്ടിൽ ഉപയോഗിക്കാവുന്ന നൈറ്റ് വിഷൻ ക്യാമറകൾ കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇത്തരം സെഷനിൽ അത്തരത്തിലുള്ള ക്യാമറകൾ ഉപയോഗിച്ചില്ല? ആ 7 പേരിൽ ആത്മാക്കൾ കൂടി സംസാരിച്ചിരുന്ന 2 പേർ, അലനും ഡയാനയും, അവർ പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളായിരുന്നു എന്നും മജീഷ്യൻസ് ആയിരുന്നു എന്നും പിന്നീട് റിപ്പോർട്ടുകൾ വന്നിരുന്നു. പക്ഷേ ഈ പറഞ്ഞതൊന്നും തന്നെ സ്കോൾ എക്സ്പെരിമെൻ്റ് ഒരു കള്ളമായിരുന്നു, ഒരു തട്ടിപ്പായിരുന്നു എന്നതിൻ്റെ തെളിവല്ല. അതൊരു തട്ടിപ്പായിരുന്നു എന്ന് കാണിക്കാൻ വേണ്ടി വർഷങ്ങളോളം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവർക്കൊന്നും ഇന്ന് വരെ അതിന് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിനർത്ഥം മരണാനന്തര ജീവിതം എന്നൊന്നുണ്ട് എന്നാണ്. മരിച്ച ശേഷം ആത്മാക്കൾ നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നാണ്. അവർ നമുക്കിടയിൽ ജീവിച്ച് നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ്. ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. സുൽത്താൻ എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബുകൾ കൂമ്പാരമാകുമ്പോൾ പരിപാടി ഗംഭീരമാവും. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. അതുവരെ.